ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അങ്ങനെ 2023 നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ 2022 ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് എന്താണ് 2023 പുതിയ ജീവിതം ജീവിക്കണം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാനവിടെ വന്ന് നിന്നേക്കുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡ്സൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ചിട്ടും ന്യൂ ഇയർ മോട്ടിവേഷനെ കുറിച്ചിട്ടും ഇങ്ങനെയൊക്കെ ഒരുപാട് എപ്പിസോഡ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അതൊന്നും നമ്മളെ ഒരു ടോപ്പിക്കല്ല, അല്ലെങ്കിൽ സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ചുമ്മാ ഒരു മോട്ടിവേഷൻ എപ്പിസോഡ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ടോ അത് കേട്ടത് കൊണ്ടോ ഒന്നും നമ്മൾ ഒരിക്കലും നേരെ ആവാൻ പോണില്ല എന്നുള്ളത് നമുക്ക് നല്ലപോലെ ബോധ്യമുണ്ടല്ലോ. അപ്പോൾ സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ അത്തരം എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല ഗൈസ്. എന്തായാലും നമ്മുടെ 3rd സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ടിപ്സിനെ കുറിച്ചിട്ടാണ്. ഒരു സീരീസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ഷോർട്ട് എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ വർക്ക് ലൈഫ് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക എന്നുള്ളത് ചില സമയത്ത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലേ. ചില സമയത്ത് കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവാറുമുണ്ട്. യെസ്, അപ്പോൾ ഹിമാലയത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങേണ്ടത് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഹീൽസ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഹീലിംഗ് ടിപ്പ് നമ്പർ 1, യെസ്, ട്രാവൽ, എക്സ്പ്ലോർ ദ വേൾഡ് എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലേ, ഒരു ക്രേസൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഈ നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ഈ വിൻ്റർ സീസണിലൊക്കെ ആകാശത്ത് ദൃശ്യമാകുന്ന ഒരു പ്രതിഭാസമാണ് ഇത് എന്നുള്ളത്. അതായത് ഒരുപാട് അബ്സ്ട്രാക്ട് കളേഴ്സ്, ഒരു വേവ് പോലെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ. നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ നോർത്തേൺ ലൈറ്റ്സ് എന്ന് അടിച്ചാൽ മതി, അലാസ്ക നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊപ്പോസൽ. ഇഫ് ഐ ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, ആ ഒരു പ്രൊപ്പോസൽ സീനൊക്കെ ഇവിടെ വെച്ചായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത്. സെറ്റാക്കാം, ഒരു അലാസ്ക ട്രിപ്പൊക്കെ ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. യെസ്, എനിവേയ്സ്, എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് ഉള്ളത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വലിയ, അല്ലെങ്കിൽ ഇത്രയും ദൂരത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ ഈ ഇന്ത്യ മുഴുവൻ കണ്ടോ, അല്ലെ ഞാൻ ഈ ഇന്ത്യ മുഴുവൻ കണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ പോയിട്ട് കേരളം മൊത്തം കണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അധികമൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. എൻ്റെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മമ്മയൊക്കെ ടൂർ പോകുമ്പോൾ എന്നെയും കൂട്ടാറുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നാട്ടിലില്ല, റിയാദിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസുമായിട്ടുള്ള ഒരു ടൂറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ ട്രിപ്പും കാര്യങ്ങളും ഉണ്ടാകുന്നതല്ലാണ്ട് ഒരു വലിയൊരു ലോങ് ടൂർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒക്കെ എനിക്കതൊരു വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നാറുണ്ട്. കാരണം അച്ഛൻ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഒക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അച്ഛനുമായിട്ടുള്ള ഒരു ക്ലോസർ ഇൻട്രാക്ഷൻസ് ഒന്നും കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്മയായിട്ടാണ് പിന്നെയും ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ളത്. കാരണം എപ്പോഴും അമ്മയാണ് കൂടെ ഉണ്ടായത്. ഇവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോഴായാലും ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴായാലും അമ്മയുടെ സാരത്ത് മുമ്പ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ എന്നുള്ളത്. അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും എൻ്റെ ഒരു ലൈഫിലുണ്ട് എന്നുള്ളതാണ്. കാരണം എനിക്കധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അറിയത്തില്ല. ചില സമയത്ത് പേടിയാണ്. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ ഡേയ്സും അതൊക്കെയാണെന്ന് തോന്നുന്നു എന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ജീവിതം തീർക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം പണ്ട് മുതലേ ഈ സാധനമൊക്കെ എനിക്കറിയായിരുന്നു. ഡിസൈനിങ് അങ്ങനത്തെ സാധനം എന്തെങ്കിലും ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഓരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്യണമെന്നുണ്ടാവില്ല. ഞാൻ വല്ല ടെക്കിയൊക്കെ ആയിട്ടായിരിക്കും ജീവിക്കാനുണ്ടാവുക, ഒരു റോബോട്ടിനെ പോലെയൊക്കെ. എന്തായാലും എൻ്റെ കോളേജിലെ ആ ഒരു ഫേസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ വർക്ക് ലൈഫ് ആവട്ടെ, എൻ്റെ പേഴ്സണൽ ഡ്രീംസിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ട്രാവലിനെ കുറിച്ച് തന്നെയാണല്ലോ. യെസ്, അപ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അമ്മമ്മയുടെയൊക്കെ കൂടെ ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഒരു 10-13 വയസ്സ് വരെയൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലുതായപ്പോൾ അവരെന്നെ കൂട്ടാണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ
സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ ഈ ടൂറും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് വരെ ഈ പറഞ്ഞ ടൂറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിരുന്നു. സ്കൂളിലെ ട്രിപ്പ് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എങ്കിലും കോളേജിലെ ട്രിപ്പൊക്കെ ഭയങ്കര അടിപൊളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ പോയിട്ട് കാണാനായിട്ട് പറ്റും. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് എന്നുള്ളത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ വലിയൊരു ലോങ് ടൂർ കാര്യങ്ങളൊന്നും ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനൊരു സോളോ ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സൊക്കെ വരാറുണ്ട്. വെറുതെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ അൺവാണ്ടഡ് തോട്ട്സൊക്കെ എൻ്റെ തലയിലേക്കൂടെ ഇങ്ങനെ കയറി വരുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ട്രാവൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു ജോബ് കിട്ടിയ ശേഷം ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഒരുപാട് ടൂറും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ആ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ലോങ് ടൂറൊന്നും പോയിട്ടില്ല, ഒരു 2 days അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളെ കൾച്ചേഴ്സ്, അവിടുത്തെ മനുഷ്യന്മാരെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു സ്പേസാണ് നമുക്ക് തുറന്ന് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ തനിയെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ബാഡ് തോട്ട്സൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ മറക്കുന്നുള്ളതാണ്. അതൊരിക്കലും ഇല്ലാണ്ടാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അതിന് മുകളിലായിട്ട് ഒരുപാട് നല്ല നല്ല മെമ്മറീസൊക്കെ കയറി വരുന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സൊക്കെ അതിന് മുമ്പിലായിട്ട് ഇങ്ങനെ കയറി വരുന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പഴയ ബാഡ് മെമ്മറീസൊക്കെ കവർ ചെയ്യുന്നുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഇങ്ങനെ നല്ലപോലെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നാറുണ്ട്. സത്യം പറയുമല്ലോ, നല്ലപോലെ അസൂയൊക്കെ തോന്നാറുണ്ട്. കാരണം അവനിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് എന്നുള്ളത്. കാരണം പക്ഷെ ഒരിക്കലും അവൻ ട്രാവൽ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കും ട്രാവൽ ചെയ്യണം, അങ്ങനെ ഒരു തോട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള തോട്ടാണെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്നില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ ഹീൽ ചെയ്യാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സിനിമകൾ കാണാനായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര റിസേർച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിങ്ങനെ ടെക് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് റിസേർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇതുമായിട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ട്രാവലിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഓരോ ആൾക്കാർക്ക് ബീച്ചസ് ആവും, ഹിൽ സ്റ്റേഷൻസ് ആവും, അല്ലെങ്കിൽ ഡീപ്പ് വുഡ്സ് ആവും, അല്ലെങ്കിൽ മോണ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ആർക്കിടെക്ചേഴ്സൊക്കെ കാണാനായിട്ടായിരിക്കും ഓരോ ആൾക്കാർക്കും താല്പര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതിലേക്ക് നമ്മൾ കിടക്കുക എന്നുള്ളതാണ്, അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ലൈക്ക് സ്കൂബ ഡൈവിങ്, അല്ലെങ്കിൽ പാരാസെയിലിംഗ്, അങ്ങനെയുള്ള ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് പുതിയ കാര്യങ്ങൾ, അതുപോലെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ്. നിങ്ങളുടെ മൂഡിനെ ഒരു എക്സ്ട്രീം വരെയൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് ട്രാവൽ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ കൾച്ചേഴ്സും അവിടുത്തെ മനുഷ്യന്മാരെയൊക്കെ കാണാനും അവരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കരമായിട്ട് കൈൻഡ്നെസ് തോന്നും. അതുപോലെ ഒരുപാട് കാര്യങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി തുടങ്ങും. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തേക്കുള്ള വഴി കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ചോദിക്കണമല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ലാംഗ്വേജും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. പഠിക്കാനായിട്ടില്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ താഴെ കാണുന്ന സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കിടിലൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹീലിംഗ് ടിപ്പ് നമ്പർ 1 ട്രാവലിംഗ്. ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അടുത്ത ടിപ്പുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ.